തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സംസ്ഥാന വ്യാപകമായ അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അനന്തുവിനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. ഇതേസമയത്ത് സായിഗ്രാമം ഡയറക്ടറും എൻജിഒ കോൺഫെഡറേഷൻ ഭാരവാഹിയുമായിരുന്ന അനന്തകുമാറിനെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുന്നത് അനന്തുവിനെ? ഇന്ന് കോടതിപരമായിട്ട് നടക്കുന്ന നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, മൂവാറ്റുപുഴ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. ഇതിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ ഒരു അന്വേഷണങ്ങൾ, അതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പ്രാഥമികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഈ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലും ഓഫീസുകളിലും എത്തിച്ച തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. വളരെ പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി എത്തിക്കുകയും വൈകുന്നേരത്തിന് മുൻപായിട്ട് പൂർത്തീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഇതിനുശേഷം കസ്റ്റഡി കാലാവധി, പോലീസ് കസ്റ്റഡിയിലുള്ള കാലാവധി അവസാനിക്കുകയാണ്. അതിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും, റിമാൻഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത്, വിവിധ ഇടങ്ങളിലായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറവൂർ പോലീസ് സ്റ്റേഷനിലായാലും അതോടൊപ്പം തന്നെ കണ്ണൂർ, വിവിധ സ്ഥലങ്ങളിലായിട്ട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് ഇയാളെ സ്വാഭാവികമായും കസ്റ്റഡി ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവർ അപേക്ഷ സമർപ്പിച്ചേക്കാം. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണം സംബന്ധിയായ കാര്യങ്ങളിൽ ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. പോലീസിൻ്റെതായ ഒരു അന്വേഷണം പ്രാഥമികമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ കൂടുതൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ തന്നെ വിവിധ ഏജൻസികളെ, സന്നദ്ധ സംഘടനകളെ, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി, അവർ കിഡ്സ് എന്നറിയപ്പെടുന്ന സംഘടന, ഇവർ പരാതി നൽകിയിട്ടുണ്ട്. വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളമശ്ശേരി രാജഗിരി ഔട്ട്റീച്ച് അവർ പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഇവർ പറയുന്ന അവരുടെ എല്ലാം തന്നെ മുഖമാണ് ഇതിനുവേണ്ടി ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ആദ്യഘട്ടത്തിലുള്ള വിതരണം കാര്യങ്ങളും എല്ലാം തന്നെ കഴിയുന്നു. പക്ഷെ പിന്നീട് ഇവർ കൂടുതൽ തട്ടിപ്പിനിരയാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരിക്കുന്നു. കിഡ്സ ഏതാണ്ട് 58 ലക്ഷത്തിലധികം രൂപയുടെ ബുക്കിംഗ് കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് അവർ പറയുന്നത്. ഇവരെല്ലാം തന്നെ ഈ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നത് ഈ സായിഗ്രാം ഡയറക്ടർ ആനന്ദ് അടക്കമുള്ള കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെടുമ്പോഴാണെന്ന് അവർ പറഞ്ഞിട്ടുള്ള പരാതിയിലടക്കം അത്തരം കാര്യങ്ങൾ കൂടി വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമായ രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കേസിൽ പ്രതിയാകുമെന്ന കാര്യത്തിലേക്ക് തന്നെ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പലയിടത്തും കേസുകൾ എടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. ഒപ്പം അപർണ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് വലിയ രീതിയിലുള്ളൊരു പണം വന്നിരിക്കുന്നു. ഇത് ആർക്കൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെ ഈ പണത്തിൻ്റെ ഗുണഭോക്താക്കളായി എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും എല്ലാ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇയാൾ രാഷ്ട്രീയക്കാർക്ക് പണം നൽകി എന്ന് ഇന്നലെ നമ്മൾ തെളിവെടുപ്പിനിടെ ഇന്നലെ മാധ്യമങ്ങളോട് വിളിച്ചു പറയും. പക്ഷേ ആർക്കൊക്കെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്നുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം കടക്കാതെ ഈ രീതിയിൽ നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ബാങ്ക് അക്കൗണ്ടുകൾ, ഇയാളുടേതായ രീതിയിലുള്ള അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ ആർഭാട ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ഡിസംബർ മാസത്തെ ഒരു കണക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരു മാസം ഇയാൾ ഈ യാത്രയ്ക്കും താമസത്തിനുമായി ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്ന വിശദാംശങ്ങൾ വരുന്നു. ഡൽഹിയിലേക്ക് പറന്നത് ഏതാണ്ട് 6 തവണയിലധികം ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു. വിമാനത്തിൽ യാത്ര ചെയ്തിരിക്കുന്നു. ആഡംബര ഹോട്ടലുകൾക്ക് വേണ്ടി ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഒരു ദിവസത്തെ താമസത്തിന് വേണ്ടി മാത്രമായിട്ട് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നു. അങ്ങനെ കണക്കുകളുടെ ഒരു പെരുമഴ തന്നെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ചെലവാക്കുന്നത് ഈ ഒരു മാസത്തെ മാത്രം കണക്കുകളാണ്. വിശദാംശങ്ങൾ ഇയാളുടെ പരമ്പളി നഗറുള്ള ലഭിച്ച വലിയൊരു പങ്കും ആഡംബരത്തിനായിട്ടാണ് അനന്തകൃഷ്ണൻ ചെലവിട്ടത്. 21 അക്കൗണ്ടുകളാണ് അയാൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പറഞ്ഞത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ കാസർഗോഡും ഇരകളുടെ എണ്ണം കൂടുകയാണ്. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കുമ്പട ജെ മൈത്രി ലൈബ്രറിയിൽ നിന്ന് 30 ലക്ഷത്തിലധികം രൂപയും തട്ടിയെടുത്തു. KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, എത്ര പരാതികൾ ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു? ആരെല്ലാമാണ് ഇരകളായിരിക്കുന്നത്? ഏതെല്ലാം പേരുകൾ പുറത്തേക്ക് വരുന്നു?
പാതിവില തട്ടിപ്പിൽ കാസർഗോട്ടും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം അത്തരത്തിൽ തട്ടിപ്പിനിരയായ ഒരാൾ തന്നെ ചേരുകയാണ്. 40 ലക്ഷം രൂപയോളമാണ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ അകപ്പെട്ടുപോയത്? 41 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പല സ്ഥലത്തും ഇത് പകുതി വിലക്ക് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിൽ പോയിപ്പെട്ടത്. CSR ഫണ്ട് കൊണ്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. CSR ഫണ്ട് ഉണ്ടെന്നൊരു കാര്യം എനിക്കറിയാം, പക്ഷെ അത് അവർക്കുണ്ടോയെന്നറിയില്ല. നമ്മളതിൽ KN ആനന്ദകുമാറിൻ്റെ പോപ്പുലാരിറ്റി കണ്ടിട്ടാണ് ചേർന്നത്. അതുപോലെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അതിൻ്റെ പാർട്ടനാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇതിൽ പോയിപ്പെട്ടത്. ഇതിനു മുമ്പുള്ളതൊക്കെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 39 സ്കൂട്ടിയും 67 ലാപ്ടോപ്പും കിട്ടാനുണ്ട്. ഇത് നേരത്തെ നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഇതിൽ പിന്നെയും ഈ തരത്തിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ഇടയായത്? കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 538 തയ്യൽ മെഷീനും 161 ലാപ്ടോപ്പും 12 സ്കൂട്ടിയും 132 കുട്ടികൾക്ക് സ്കൂൾ കിറ്റും 5 പേർക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. അപ്പോൾ ആ ഒരു വിശ്വാസ്യതയിലാണ് നമ്മൾ പിന്നെയും പണം ഇറക്കുന്നത്. ആൾക്കാരും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എത്ര പേരെയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ പണം കിട്ടാനുള്ളത്? എത്ര പേർക്കാണ്? 106 പേർക്ക് പണം കിട്ടാനുണ്ട്. 67 പേർക്ക് ലാപ്ടോപ്പിന്റെയും 39 പേർക്ക് സ്കൂട്ടിയുടെയും. ജില്ലയിൽ ഇതുപോലെ നിങ്ങളുടെ അറിവിൽ കൂടുതൽ പേർ ഇതിൽ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുണ്ടോ? പണം നഷ്ടപ്പെട്ടവരുണ്ട്. കുമ്പളാജെ, മാർപ്പനടുക്കയിൽ മൈത്രി ലൈബ്രറിന്റെ പൈസ പോയിട്ടുണ്ട്. അവർക്ക് 36 വണ്ടിയും 36 ലാപ്ടോപ്പാണെന്ന് തോന്നുന്നു. കൃത്യമായി എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് ഇനി നടപടി? എന്താണ് ഇതിന് തീരുമാനം? നിങ്ങളെ നമ്മൾ കേസുമായി മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മളെ വിശ്വസിച്ചാണ് ഇവർ പലരും പൈസ തന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഇത് മൊത്തം നമുക്ക് ഒരിക്കലും ആവുന്നതല്ല. കാരണം നമ്മളില്ലതെല്ലാം വിറ്റ് പെറുക്കിയാലായാലും നമുക്ക് അതിന് കണക്കുണ്ട്. സംഘടനയിൽ 2.5 ലക്ഷം റുപ്യ ഉള്ളൂ. അതും ഞങ്ങൾ കുറി വെച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ ഉണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ എല്ലാം കൂടി കുറച്ചെങ്കിലും ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ ചെയ്യണം. ബാക്കി കേസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുറക്ക് അവരുടെ സ്വത്തൊക്കെ സീസ് ചെയ്യുമല്ലോ. അപ്പോൾ കിട്ടുന്ന മുറക്ക് ബാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്തായാലും കൂടുതൽ പേർ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുമ്പടാജിയിൽ 31 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ പേർ വരും ദിവസങ്ങളിലും രംഗത്ത് വരും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം വിപുലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവ് നഗറിൽ 8 ദളിത് കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ ശ്രമം. ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ അറിയിച്ചു. നേരത്തെ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ഭൂമിയിൽ സർവേ നടക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നു. ആജ്ഞ, സംഭവം എന്താണ്? അപർണ, കഴിഞ്ഞ 3 തവണ ഈ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഇവിടുത്തുകാരുടെ പ്രതിരോധം കാരണം അഭിഭാഷക കമ്മീഷൻ ഇങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ. 135 വർഷമായി ഈ ഭൂമിയിൽ താമസിച്ചു വരുന്നവരാണ്.